ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഓരോ കണികകളും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ നാം ഓരോരുത്തരും ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ മൂലകങ്ങളും നമ്മുടെ ശരീരത്തിലുമുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ നിയമം നമ്മൾ അറിയാതെ തന്നെ നാം ഓരോരുത്തരിലും നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്നല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അയ്യോ ഈ കാര്യം ഇതിനു മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാണല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം മറ്റാരോടെങ്കിലും സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ആ ഫ്രണ്ടിനെ കാണുന്നു. അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫുഡ് എന്താണോ അത് മനസ്സിൽ കാണുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ അതിൻ്റെ മണവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? അന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ഫുഡുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ പറയും, അയ്യോ ഇതിന്ന് കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണല്ലോ എന്ന്, അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാനായി സാധിക്കും. നിങ്ങളുടെ ഹെൽത്ത്, മണി, കരിയർ, ഇങ്ങനെ പലതും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് ഈ പ്രപഞ്ചം എന്നതുപോലെ തന്നെ സത്യമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ പോസിറ്റീവായ കാര്യവും അതേപോലെ നെഗറ്റീവായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യം പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായി തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മളിലേക്ക് നന്മകൾ മാത്രം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. പോസിറ്റീവായിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. എല്ലാവരോടും ഏതൊരു ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി കാണിക്കുക. അതേപോലെ തന്നെ എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സംതൃപ്തി ലഭിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. താങ്ക് യു.